കഴിഞ്ഞ് അടുത്ത അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോളി അനിലിൻ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഏതെങ്കിലും പോയിന്റ്സ് ഒന്നും കൂടി പറയണമെന്നുണ്ടോ? No. Then polypyrrole. It is a conducting polymer. നമ്മൾ ഇതുവരെ പഠിച്ചത് 3 പോളിമേഴ്സിന്റെ പ്രിപ്പറേഷൻസ് ആണ്. 2 കോപോളിമേഴ്സ് ABS-ഉം കെവ്ലറും, പിന്നെ 2 കണ്ടക്ടിങ് പോളിമേഴ്സ്. ഒന്ന് പോളി അനിലിൻ, രണ്ടാമത്തേത് പോളിപൈറോൾ. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെയാണ് പോളിപൈറോൾ എന്നുള്ള കണ്ടക്ടിങ് പോളിമർ പ്രിപ്പയർ ചെയ്യുന്നത്? പോളിപൈറോൾ PPY. It is an intrinsic conducting polymer and we can prepare polypyrrole through the oxidative polymerization of pyrrole monomer using FeCl3, ferric chloride, in the presence of methanol. Oxidative polymerization of pyrrole monomer using ferric chloride, FeCl3, using ferric chloride, FeCl3, in the presence of methanol. In presence of methanol, MEOH. In presence of methanol. So here pyrrole is the monomer. We are polymerizing pyrrole to polypyrrole through oxidative polymerization using ferric chloride in presence of methanol. എങ്ങനെയാണ് പോളിപൈറോൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ സെൻറ്റൻസ് കറക്റ്റായിട്ട് എഴുതണം. യൂസിങ് FeCl3 ഇൻ ദ പ്രസൻസ് ഓഫ് മെത്തനോൾ. ദെൻ റിയാക്ഷനിൽ ഇത് നമുക്ക് വേണ്ട. നമുക്ക് എന്താണ് സ്ട്രക്ചറുള്ള റിയാക്ഷൻ തന്നെ നിങ്ങൾ നോക്കുക, അത് തന്നെ പഠിക്കുക. So pyrrole undergoes polymerization to form polypyrrole. അല്ലേ, പൈറോൾ ആണ് നമ്മുടെ മോണോമർ. അത് N ടൈംസ് പൈറോൾ കമ്പൈൻ ചെയ്തിട്ടാണ് പോളിപൈറോൾ ഫോം ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് പൈറോൾ എഴുതുക? പൈറോൾ, there are 4 carbon atoms, 1 2 3 4. 4 carbon atoms and there is a nitrogen. 4 carbon atoms and a nitrogen. ഒരു പെന്റഗണിലെ ഒരു കാർബണിന് പകരം അവിടെ ഒരു നൈട്രജൻ വരുന്നു. ഒരു പെന്റഗണിൽ ഒരു കാർബണിന് പകരം ഒരു എഡ്ജിൽ നൈട്രജൻ വരുന്നു. And there is a hydrogen on that nitrogen. There is a hydrogen on that nitrogen and there is alternate single and double bonds. That is a conjugated system. ഇതാണ് പൈറോൾ. 4 കാർബൺ ആറ്റംസ് ഒരു നൈട്രജനും വരുന്ന റിങ്, ആ നൈട്രജനിലേക്ക് ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുന്നു. And it is a conjugated system. There is alternate single and double bond. That is pyrrole. മനസ്സിലായോ പൈറോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്?
ഇനി ഈ പൈറോള് n ടൈംസ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിപൈറോള് ഫോം ചെയ്യുന്നത്. അതെങ്ങനെ എഴുതും? ഒന്നുമില്ല, ഇതുപോലെയുള്ള പൈറോൾ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്യാണ്. എങ്ങനെ കമ്പൈൻ ചെയ്യും? നമ്മുടെ ഈ കാർബൺ ഇല്ലേ, ഈ കാർബണിലേക്ക് അടുത്ത പൈറോൾ റിങ്ങിനെ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുത്തിരിക്കുന്ന നൈട്രജൻ മുകളിലേക്കാണെങ്കിൽ അടുത്ത വരുന്ന റിങ്ങിലെ നൈട്രജൻ താഴേക്കായിരിക്കും. NH. There is alternate single and double bonds. ആദ്യം എടുത്തിരിക്കുന്ന പൈറോളിലെ നൈട്രജൻ മുകളിലേക്കാണെങ്കിൽ അതിലേക്ക് കമ്പൈൻ ചെയ്യുന്ന പൈറോൾ യൂണിറ്റിലെ നൈട്രജൻ ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും, താഴേക്കായിരിക്കും. ഇനി ഈ കാർബണിലേക്ക് അടുത്ത പൈറോൾ യൂണിറ്റ് കമ്പൈൻ ചെയ്യുന്നു. NH. ഇവിടെ ബോണ്ടിങ് കണ്ടിന്യൂ ചെയ്യുന്നു, അതുപോലെ ഇവിടെയും ബോണ്ടിങ് കണ്ടിന്യൂ ചെയ്യുന്നു. ബോണ്ടിങ് കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് യൂണിറ്റ് ഈസ് റിപ്പീറ്റിംഗ് ഫോർ n ടൈംസ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പോളിമറാണ്, സ്ക്വയർ ബ്രാക്കറ്റ് എഴുതണം. ആൻഡ് അവിടെ n ടൈംസ് ഈ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നും ഇൻഡിക്കേറ്റ് ചെയ്യണം. That is polypyrrole. സർഫറാസി മനസ്സിലായോ? സർഫറാസ് അല്ല, സഫ്ലിൻ. Yes, miss. മനസ്സിലായോ? ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പൈറോൾ എഴുതുന്നതിലോ പോളിപൈറോളിന്റെ സ്ട്രക്ചർ എഴുതുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞു, പോളിമറാണ്, അതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് എഴുതണം. പിന്നെ ആ ബോണ്ടിങ് സൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിന് സ്ക്വയർ ബ്രാക്കറ്റിൽ ആ ഒരു ബോണ്ടിങ് റെപ്രസെന്റ് ചെയ്യണം. Then this unit is repeating for n times. Okay അല്ലേ? ഓക്കെ, ഇഷ്ടം നോക്കണേ ഒന്ന്. ഇനി ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണേ. ഇത് ക്ലിയർ ആണോ? പോളിപൈറോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്ലിയർ ആണോ? ഇവിടെ FeCl3 നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിഡേഷന് വേണ്ടിയിട്ടാണ്, ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ആണ്. സോ FeCl3 is used as oxidant. Okay. Then preparation കഴിഞ്ഞാൽ properties. What are the properties of polypyrrole? Properties and applications of polypyrrole. അത് നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് പഠിക്കില്ലേ? ഡയറക്റ്റായിട്ട് തന്നിരിക്കുന്ന പോയിന്റ്സ് ആണ്. പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് പോളിപൈറോൾ. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 4 പോളിമേഴ്സിനും പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും ഉണ്ട്. അത് ചെക്ക് ചെയ്യണം, പഠിക്കണം.
മാറിപ്പോവരുത്. Okay. Properties and applications of polypyrrole. ഇനി പോളിമർ കെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് പോർഷനാണ് OLED. എന്താ ഈ OLED? എന്താണ് OLED? എന്താണ് LED? ഡിസ്പ്ലേ. ഓക്കെ, OLED ഡിസ്പ്ലേ എന്നൊക്കെ പറയും അല്ലേ? ഈ LED-ന്റെ ഫുൾ ഫോം അത് അറിയോ? എന്താണ് ശരിക്കും LED എന്ന് പറയുന്നത്? യെസ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഓക്കെ, ഗുഡ്. അശ്വിൻ, ശീതൾ. ഓക്കെ, OLED-യോ? അതിലെ O എന്താണ്? LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. യെസ്, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. OLED-യിലെ ഓയോ അതെന്താണ്? യെസ്, ഓർഗാനിക്. അതെ, ഓർഗാനിക് ആണ്. OLED ആണോ LED ആണോ മോർ അഡ്വാൻറ്റേജ് ഉള്ളത്? ഓർഗാനിക് ആണ്. യെസ് യെസ്, ഓർഗാനിക് ആണ് OLED. അതെന്താ? വൈ? OLEDക്ക് എന്താ അങ്ങനെ അഡ്വാൻറ്റേജ് ആണ്? അതാണ് മോർ അഡ്വാൻറ്റേജസ് എന്ന് പറയാൻ എന്താ കാരണം? ബാക്ക് ലൈറ്റ് പാനലില്ല. ഓക്കെ, പിന്നെ കമ്പയർഡ് ടു LED, OLED-യുടെ എഫിഷ്യൻസി എങ്ങനെയാണ്? പവർ എഫിഷ്യൻസി. ഓർഗാനിക് ഈസ് മോർ എഫിഷ്യൻറ്റ്. ലോ കോസ്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കുറേ റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ്? യെസ്, തിന്നർ. ലൈറ്റ് വെയിറ്റ് ആണ്. OLED ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെയുള്ള കുറേ റീസൺ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചത് എന്ത്? പൊല്യൂഷൻ ലെസ്. ഓക്കെ, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചത് കമ്പയർഡ് ടു LED, OLEDക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നായിരുന്നു. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് OLED എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്, അതൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പം എങ്ങനെയാണ് OLED വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് OLEDയിൽ ലൈറ്റ് ഉണ്ടാവുന്നത്? അത് നമുക്കറിയോ? OLEDയിൽ എങ്ങനെ ലൈറ്റ് ഉണ്ടാവും? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. OLED നോക്കാം. OLED means LED is made with organic materials. It is organic light emitting diode. LED is made with organic materials. Organic materials യൂസ് ചെയ്യുന്ന LED അല്ലേ? LED is made with organic materials and it has multi-layer structure. OLED has multi-layer structure which consists of substrate, transparent anode, hole transporting layer, electron emitting layer and a cathode.
These are the parts of an OLED. LED is made with organic materials. That is OLED. OLED has multi-layer structure. It consists of substrate, transparent anode, hole transporting layer, electron emitting layer and a cathode. ഈ പാർട്സ് ഒക്കെയാണ് OLEDയിൽ ഉള്ളത്. ഇനി എന്തിനാണ് ഈ പാർട്സ് ഒക്കെ, എന്തിനാണ് ആനോഡും കാഥോഡും, എന്തിനാണ് ഹോൾ ട്രാൻസ്പോർട്ടിംഗ് ലെയറും ഇലക്ട്രോൺ എമിറ്റിംഗ് ലെയറും ഉള്ളത്, എന്താണ് ഈ സബ്സ്ട്രേറ്റ്? നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യണം? OLEDയുടെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യണം. ഈ പോയിന്റ്സ് നോട്ട് ചെയ്തോ? ഈ പറഞ്ഞിരിക്കുന്ന പാർട്സ് അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, OLEDയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? OLED has multi-layer structure which consists of substrate, transparent anode, hole transporting layer, electron emitting layer and a cathode. പോയിന്റ്സ് നോട്ട് ചെയ്തോ? ഓക്കെ. ഇനി നിങ്ങളോട് ആരെങ്കിലും OLED എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയണേ. നോക്കാം OLEDയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്. സ്ട്രക്ചർ ഓഫ് OLED. OLED consists of the following parts. Substrate, which is made up of plastic, glass or foil. The substrate, the first part of OLED, substrate is made up of plastic, glass or foil. And the substrate is used for supporting OLED. The first part of OLED, that is the substrate, which is used for supporting OLED. OLEDക്ക് ഒരു ബേസ് ആയിട്ട്, ഒരു സപ്പോർട്ട് ആയിട്ടാണ് ഈ സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യുന്നത്. ആ സബ്സ്ട്രേറ്റ് നമുക്ക് എന്തുകൊണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം? പ്ലാസ്റ്റിക് ഉണ്ടാവാം, ഗ്ലാസും ഉണ്ടാവാം, ഫോയിലും ഉണ്ടാവാം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സബ്സ്ട്രേറ്റ് മേക്ക് ചെയ്യാം. And it provides a support for OLED. Then the second component, anode. It adds electron holes when current flows through the device. Anode is used to add electron holes when current flows through the device. നമ്മൾ OLED എന്ത് ചെയ്യുന്നു? അതിലേക്ക് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നു, കറണ്ട് അപ്ലൈ ചെയ്യുന്നു. ആ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആനോഡിൽ ഇലക്ട്രോണിൻ്റെ ഹോൾസ്, ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ഇല്ലാത്തത്, ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് ആണ് ഈ ഹോള്. ഹോളിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഹോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. എപ്പോഴാണോ OLEDയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് അപ്പോഴാണ് ആനോഡിൽ ഇലക്ട്രോൺ ഹോൾസ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺസിൻ്റെ ആബ്സെൻസ്, ഹോൾസ് വിച്ച് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ആനോഡായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഓർ കോമ്പൗണ്ട്സ് ആണ് ഗോൾഡ്, ലിഥിയം ഫ്ലൂറൈഡ്, ഇൻഡിയം ടിൻ ഓക്സൈഡ്. Gold, lithium fluoride, indium tin oxide, etc. are used as anode in OLED.
Then the third part, whole transport layer. Whole transport layer, HTL. It is a conducting transport layer that transport holes from anode. Whole transport layer is used to transport holes from the anode. OLEDയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആനോഡിൽ ഇലക്ട്രോൺ ഹോൾസ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഫോം ചെയ്ത ഹോൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതാണ് ഹോൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫംഗ്ഷൻ. ആനോഡിൽ ഫോം ചെയ്തിരിക്കുന്ന ഹോൾസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതാണ് ഹോൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫംഗ്ഷൻ, ഹോൾ ട്രാൻസ്പോർട്ടിംഗ്. And polyaniline is used as whole transport layer. A compound that can be used as whole transport layer is polyaniline. നമ്മൾ പ്രിപ്പറേഷൻ പഠിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. ബെൻസീൻ റിങ്ങിലേക്ക് NH2 ഗ്രൂപ്പ് വരുന്നതാണ് അനിലിൻ. അത് കമ്പൈൻ ചെയ്തിട്ടാണ് പോളി അനിലിൻ വരുന്നത്. പോളി അനിലിനിൽ NH2 ഉണ്ടാവില്ല, എന്നിൽ ഒരു ഹൈഡ്രജൻ ആണ്. പിന്നെ എന്നിലേക്ക് വരുന്നത് അടുത്ത ബെൻസീൻ റിംഗ് ആണ്. Then the fourth part, electron transport layer, ETL, electron transport layer, which is an emissive layer. Electron transport layer is the emissive layer. It is made up of organic molecule. That is why it is OLED or polymer. എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ? ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുന്നത്. അതൊരു എമിസീവ് ലെയർ ആണ്. ഇറ്റ് ഈസ് ആൻ എമിസീവ് ലെയർ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് organic molecule or polymer. Electron transport layer, it is an emissive layer which is made up of organic molecule or a polymer. And polyfluorine is used as electron transport layer. എന്താണ് നമ്മൾ പറയുന്ന OLEDയിലെ ലൈറ്റ്, ആ ലൈറ്റ് വരുന്നത് ഈ ETL ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയറിലാണ്. അതുകൊണ്ടാണ് ETL ഒരു എമിസീവ് ലെയർ ആണെന്ന് പറയുന്നത്. OLEDയിലെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ലെയർ എന്ന് പറയുന്നത് ETL ആണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ആ ETL പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ഓർഗാനിക് മോളിക്യൂൾസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിഫ്ത്ത് പാർട്ട്, ദാറ്റ് ഈസ് എ മെറ്റാലിക് കാത്തോഡ് വിച്ച് ഇൻജെക്ട്സ് ഇലക്ട്രോൺസ് വെൻ കറന്റ് ഫ്ലോസ് ത്രൂ ദ ഡിവൈസ്. OLEDയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, ആ സമയത്ത് കാത്തോഡ് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. Metallic cathode injects electrons when current flows through the device. OLEDയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് മെറ്റാലിക് കാത്തോഡ് ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ OLEDയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആനോഡ് ഹോൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും, കാഥോഡ് ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത്രയും മനസ്സിലായോ? പിന്നെ ഈ സ്ട്രക്ചർ ക്ലിയർ ആണോ? മനസ്സിലായോ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്? Okay, Gopika. What about others?
ഐഫ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യൂ. സെറ്റ്. മാത്സ് അല്ല. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. OLEDയുടെ സ്ട്രക്ചർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫിഗർ വരയ്ക്കണം. OLED സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗർ വരക്കണം. ഫിഗർ നോട്ടിൽ തന്നിട്ടുണ്ട്, അത് വരച്ചോ. ഇത് റഫായിട്ട് നോട്ട് ചെയ്തോ. ഫിഗർ നോട്ടിൽ തന്നിട്ടുള്ളത് വരച്ച് പഠിക്കുക. ഓക്കെ, എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്? There is a substrate, that is the first part. It provides a support for OLED. Substrate is the first part. It provides a support for OLED and it can be made up of glass, plastic or foil. Yes, glass, plastic or foil. ഇവിടെ ഈ സബ്സ്ട്രേറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഗ്ലാസ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. So it is used to provide a support. This is the substrate. Then the second part, that is anode. When current flows through OLED, there will be generation of holes at the anode. എപ്പോഴാണോ ആനോഡിലൂടെ OLEDയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്, ആ സമയത്ത് ആനോഡിൽ ഇലക്ട്രോൺ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രോൺസിന്റെ ആബ്സെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഹോൾ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ആൻഡ് ആ കറണ്ട് പാസ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ കാഥോഡിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. There will be formation of electrons at the cathode and electrons are negatively charged. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ഒരു പാർട്ടിൽ ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നു. നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ഇലക്ട്രോൺസ്, അത് ഫോം ചെയ്യുന്നു. ഇനി അവിടെ ഒരു എയറോ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പോസിറ്റീവ് ചാർജിനും ഹോൾസിനും ഇലക്ട്രോൺസിനും ഒരു എയറോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്യുന്നു. എവിടേക്ക് മൂവ് ചെയ്യുന്നു? നമ്മുടെ ഹോൾ ട്രാൻസ്പോർട്ടിംഗ് ലെയർ. ഹോൾ ട്രാൻസ്പോർട്ടിംഗ് ലെയർ transports holes from the anode. ആനോഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ആനോഡിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ഹോൾസിനെ ഹോൾ ട്രാൻസ്പോർട്ടിംഗ് ലെയർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ദ ETL, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ട്രാൻസ്പോർട്ട്സ് ഇലക്ട്രോൺസ് ഫ്രം ദ കാഥോഡ്. കാഥോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയറും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ ഏറ്റവും ടോപ്പിലുള്ള കാഥോഡിൽ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഇലക്ട്രോൺസ് താഴേക്ക് വരുന്നു. ആൻഡ് താഴെ ആനോഡിൽ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഹോൾസ് ഹോൾ ട്രാൻസ്പോർട്ടിംഗ് ലെയറിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ജംഗ്ഷനിൽ, ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു? There will be recombination of electron holes and electron. There will be recombination of electrons and holes. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹോൾസും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും തമ്മിൽ റീകോമ്പിനേഷൻ നടക്കുന്നു. ആ റീകോമ്പിനേഷൻ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഡ്യൂ ടു റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് there will be generation of light. അതുകൊണ്ടാണ് OLEDയിലെ ലൈറ്റ് ഉണ്ടാവുന്നത്. ഡ്യൂ ടു റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഇനി OLEDയിൽ ഒരു കളർ മാത്രമാണോ ഉണ്ടാവുക? OLED ഒരു കളറിൽ മാത്രമാണോ ഉണ്ടാവുക? നിങ്ങൾ ഒരു കളറിലുള്ള OLED മാത്രമേ കണ്ടിട്ടുള്ളൂ?
ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ പറയുന്ന ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കളറിലുള്ള OLED മാത്രമായിരിക്കുമോ? വേറെ കളറിലുള്ളതൊന്നും ഉണ്ടാവില്ലേ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരു കളറിൽ മാത്രമേ OLED ഉണ്ടാവുള്ളൂ, അതോ എല്ലാ കളറും ഉണ്ടാവുമോ? അതെങ്ങനെ നമുക്ക് OLEDയിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും. OLED ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ടാവും. അതെങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, OLED മീൻസ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. വി ആർ യൂസിങ് ആൻ ഓർഗാനിക് മെറ്റീരിയൽ. യെസ് സഫ്ലീൻ, എല്ലാ കളറും ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിക് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് OLEDയിൽ കളറ് വരുന്നത്. യൂസ് ചെയ്യുന്ന ഓർഗാനിക് മെറ്റീരിയൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് OLEDയുടെ കളറ് വരുന്നത്. മെറ്റീരിയൽ ഡിഫർ ചെയ്യുന്നതിനനുസരിച്ച് കളറും ഡിഫർ ചെയ്യും. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. ഓക്കെ, ഈ പോയിന്റ്സ് എഴുതിയോ? താഴത്തെ ഡ്യൂറിങ് ഓപ്പറേഷൻ എന്നുള്ള പോയിന്റ്സ് ഞാൻ പറയാത്തത് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയും, അപ്പോൾ പറയാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഫിഗർ വരയ്ക്കണം കേട്ടോ. സ്ട്രക്ചർ ചോദിച്ചാൽ ഫിഗർ വരയ്ക്കണം. സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യണം, ഓരോ പാർട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ഫിഗറും വരയ്ക്കണം. എന്നാ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് OLED. When voltage is applied across anode and cathode, electrons and holes are injected from cathode and anode. On applying an electric current, there will be formation of electrons at the cathode and holes at the anode. On applying electric current, applying voltage, there will be formation of electrons at the cathode and holes at the anode. കാഥോഡിൽ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, ആനോഡിൽ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യും. And conducting layer means the whole transporting layer which transport holes from anode is filled with a conducting polymer. The conducting layer, that means HTL, hole transporting layer, which is used for transporting holes from anode, is filled with conducting polymers. കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് പോളി അനിലിൻ. നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് പോളി അനിലിൻ. And the emissive layer, that is the electron transporting layer, ETL, that is used for transporting electrons from the cathode, is filled with polyfluorine. കണ്ടക്റ്റിംഗ് ലെയർ ആണ് ആനോഡിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഹോൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എമിസീവ് ലെയർ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ, ETL, ആ ETL ലെയർ ആണ് കാഥോഡിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ? Mobility of holes is greater than mobility of electrons.
Since mobility of holes is greater than mobility of electrons, holes reaches into the emissive layer faster than electrons. ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യുന്ന എമിസീവ് ലെയർ ഉണ്ട്, ഹോൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് ലെയറും ഉണ്ട്. ഇനി ഹോൾസിൻ്റെ മൊബിലിറ്റി ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഹോൾസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് എമിസീവ് ലെയറിലേക്ക് എത്തും. അവിടെ വെച്ച് ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ കമ്പൈൻ ചെയ്യും. ഹോൾസ് കമ്പൈൻ വിത്ത് ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് നോൺ ആസ് റീകോമ്പിനേഷൻ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്. റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് leads to release of photons which generate light. Recombination of holes and electrons leads to release of photons which generate light. And the various colors of OLED depends on the nature of emissive material, that is the organic material. Variation of color depends on nature of emissive material. എങ്ങനെയാണ് OLEDയിൽ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അതാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇനി OLEDയിൽ എങ്ങനെയാണ് ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാലോ. പിന്നെന്താ ഉള്ളത്? എവിടെയൊക്കെയാണ് ഈ OLED യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസ് ഓഫ് OLED. It is used in mobile phone screen, OLED display. പിന്നെ വേറെ എവിടെയൊക്കെയാ? TV സ്ക്രീൻ ഉണ്ട്, OLED ഡിസ്പ്ലേ. മൊബൈൽ ഫോൺ ഉണ്ട്, OLED ക്യാമറ. നമ്മുടെ OLED എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, ഫിഗർ പറഞ്ഞു, വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. പിന്നെ ഇനി എന്താ ബാക്കി വരിക? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് OLED. ഈ പോയിന്റ്സ് എഴുതിയോ? എഴുതി കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡിലാണ് ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും വരുന്നത്. അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് OLEDയുടെ ആപ്ലിക്കേഷൻസ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് OLED. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് OLED, ആപ്ലിക്കേഷൻസ് ഓഫ് OLED. ഇത്രയാണുള്ളത്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ലോ ലൈഫ് സ്പാൻ ആണ്. പിന്നെ വാട്ടർ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ഡാമേജ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വാട്ടർ ക്യാൻ ഇൻസ്റ്റൻ്റ്ലി ഡാമേജ് ദ സിസ്റ്റം, ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. പിന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, എവിടെയൊക്കെയാണ് OLED യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ, OLED ക്യാമറ, OLED TV, സ്മാർട്ട് ഫോണിലെല്ലാം OLED യൂസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പോളിപൈറോളിൻ്റെ പ്രിപ്പറേഷൻ, ആപ്ലിക്കേഷൻസ്, പ്രോപ്പർട്ടീസ്, പിന്നെ OLEDയുടെ